വെക്കേഷനൊക്കെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ കമോൺ ഗൈസ്, നമുക്കൊരു സിമ്പിൾ ആർട്ട് ചെയ്യാം. ഈ പിക്ചറാണ് നമ്മൾ വരക്കുന്നത്. ഒരു ഡൂഡിൽ ആർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വരക്കാൻ അറിയില്ല എന്ന് വിചാരിച്ച് ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ ചെയ്യുന്നത്. ജസ്റ്റ് വി ക്യാൻ ട്രൈ ഇറ്റ്. സത്യം പറഞ്ഞാൽ എനിക്കും വല്ലാതൊന്നും വരക്കാൻ അറിയില്ല, പക്ഷെ എനിക്ക് വരക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരച്ചാൽ ചിലപ്പം പൂച്ചുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ മാറി പറ്റിയോ ഒന്നായി എന്തെങ്കിലുമൊക്കെ ആവാറുണ്ട് എന്ന് വെച്ച് നമ്മൾ വിടൂല കേട്ടോ. വരക്കാൻ അറിയില്ല, എന്താ അറിയണ പോലെ വരക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു മോട്ടീവ് കിട്ടിയില്ലേ, എന്നാൽ പിന്നെ ഒരു പെൻസിലും ബുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തോളിയും. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, ദെൻ ഫ്ലവർ മിൽ സ്റ്റാർട്ട് ചെയ്യുക. ലോട്ടസ് ആയതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും വരയ്ക്കാൻ കഴിയുന്നുണ്ടാവും. ദെൻ അതിൻ്റെ ലീഫ് വരയ്ക്കുക. പിന്നെ എൻ്റെ പോലെ കൊള്ളാവുന്നുള്ളവർ ആദ്യം ഇതുപോലെ പെൻസിലേറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് അത് എറേസ് ചെയ്തിട്ട് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. പിന്നെ വരയ്ക്കാൻ അറിയേണ്ടോല് രണ്ട് പണി എടുക്കേണ്ട ആവശ്യമില്ല, പെൻ യൂസ് ചെയ്തിട്ട് തന്നെ വരച്ചോളി. പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഇത് വെറും ഒരു ഡ്രോയിങ് അല്ല, ഡൂഡിൽ ആർട്ടാണ് എന്ന്. സോ ആംഗിൾ പാറ്റേൺ ആയിട്ട് ഫ്ലവേഴ്സിന് ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. നമ്മൾ ഇതുപോലെ ഡൂഡിൽ ആർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആംഗിൾ ആർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് ഇഷ്ടമുള്ളവർ നമ്മൾ ചാനലിൽ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ജേണൽ ഇഷ്ടമുള്ളവർക്ക് അതും നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ. ദെൻ ലീഫിന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് വരയ്ക്കുക. എല്ലാതും വരച്ചിരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ലാസ്റ്റ് കാണാൻ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് പിക്കിലുള്ള സെയിം കളർ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൈനൽ ലുക്ക് 10 ഔട്ട് ഓഫ് എത്ര റേറ്റ് തരും എന്ന് കമൻറ്റ് ബിലോ. പിന്നെ ഇതുപോലെ വരച്ച് നോക്കുന്നവർ നമുക്ക് അയച്ചു തരാനും മറക്കണ്ട. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യാപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പറയും.